നമ്മൾ ഇന്ന് രാത്രിയിൽ പപ്സ് ഉണ്ടാക്കാൻ പോകുന്നില്ലേ? പപ്സ് ഉണ്ടാക്കുന്ന കുക്ക് ഷെഫ് ശൈല. ഞാനല്ല, പപ്സ് ഉണ്ടാക്കാൻ അറിയാവോ? എനിക്കറിയാം. എങ്ങനെ? ഞാൻ കൊറോണ സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാ. കൊള്ളത്തില്ലായിരുന്നു, കരിഞ്ഞു. നീ എത്രണ്ണം തിന്നിട്ട് എന്നോട് പറഞ്ഞില്ലായിരുന്നു നല്ല രുചിയായിരുന്നു? നിങ്ങളുടെയൊക്കെ സ്വഭാവം ഇതാ, പറയാൻ കൊള്ളത്തില്ല. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പപ്സ് ഉണ്ടാക്കും. അതിനുവേണ്ടി ആദ്യമേ നമ്മളൊരു 6 മുട്ട പുഴുങ്ങാനിട്ടു. 6 മുട്ട. അത് നമ്മുടെ ജർമ്മൻ പ്രിപ്പറേഷൻ ആണ് പപ്സ്. ജർമ്മൻ പ്രിപ്പറേഷൻ. ഷെഫ് എന്താണ് പറയാനുള്ളത്? ഉണ്ടാക്കിയിട്ട് പറയാം. നമ്മളപ്പം ഭയങ്കര കഷ്ടപ്പെടാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പിയൊക്കെ അവസാനം പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ സവാള എടുക്കണം അല്ലേ മേ? സവാള എടുത്ത് അരിയണം. അതിനുവേണ്ടി നമ്മൾ സവാള എടുത്ത് മൈദയൊക്കെ വേണം കേട്ടോ. മൈദ, എണ്ണ എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്തുവായിരുന്നു പപ്സ് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് അടുത്ത സംഭവത്തിലോട്ട് പോകും. ഞങ്ങൾ കൊറോണ സമയത്ത് പപ്സ് ഉണ്ടാക്കിയായിരുന്നു. ശൈല അടിപൊളി പപ്സ് ആയിരുന്നു. അത് അങ്ങനെ പറയത്തുള്ളൂ. അപ്പം എന്നിട്ട് പപ്സ് ഉണ്ടാക്കി. അത് തവയിലാണ് ഉണ്ടാക്കിയത്. ഇപ്പം അമ്മയുടെ പോലീസുകാരൻ മാമൻ അമ്മയ്ക്കൊരു മൈക്രോ ഓവൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ടെസ്റ്റ് അടിക്കാൻ പോവാണ്. പപ്സ് ഉണ്ടാക്കി വിജയിക്കുമില്ലെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഇടണം അല്ലേടാ? ഒരു മുട്ട പൊട്ടിച്ച് മാറ്റണം. എന്നിട്ട് അത് അടിക്കണോ? അടിക്കണം കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ച് മാറ്റിയിട്ട് അത് അടിക്കണം. ശ്രീകുട്ടൻ മുട്ട കറക്കുമ്പോൾ അമ്മ സവാള വെട്ടുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സവാള അരിയുമ്പോൾ വെക്കാം. ഓക്കെ, ഇതാണ് സവാള അരിയുന്ന അമ്മയെ കാണാം. ശ്രീമോനെ വന്ന് അരിയടാ, കൈ വയ്യാടാ. ശ്രീകുട്ടൻ വന്ന് അരിയാൻ പോകുന്നു. ഞാൻ മെയിൻ കളി മാത്രമേ ഉള്ളൂ. നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നില്ല. പകരം നമ്മൾ പപ്സിൻ്റെ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. പ്രമോഷനൊന്നുമല്ല, നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? പപ്സിൻ്റെ ഷീറ്റ് മേടിക്കാൻ കിട്ടും. 10 ഷീറ്റിന് 250 രൂപ. 10 ഷീറ്റ്. അത് മെയ്ഡ് ഇൻ ജർമ്മനിയാ. മെയ്ഡ് ഇൻ എന്താ? 250 രൂപയുടെ എത്ര പപ്സ് മേടിക്കായിരുന്നടാ? 250 രൂപ സത്യമല്ലേ? അല്ല, എന്നാലും നമ്മൾ 250 രൂപ എനിക്ക് തന്നിട്ട് ഞാൻ പപ്സ് ഉണ്ടാക്കി തരായിരുന്നു. എന്നാലും നമ്മൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിന് രസം. എല്ലാരും കൂടെ നിന്ന് പപ്സിന്റെ ഷീറ്റൊക്കെ എടുത്ത് മടക്കി വെച്ച് അമ്മ വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലേ പപ്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെ തിന്നേച്ച് കുറ്റവേ പറത്തുള്ളൂ, നല്ലതൊന്നും ഒരിക്കലും മക്കൾ പറയാം. ഇത് വെളിയിലത്തെ സാധനം കണ്ടോ? അറബിയൊക്കെ അറബി ഇറച്ചിക്കൊക്കെ നമ്മൾ വരട്ടുന്നില്ലേ, അതുപോലെ ആ പരുവത്തിൽ അങ്ങ് വരട്ടണം. അല്ല, എന്തോ ഇനി വന്നതാ? നീ പപ്സ് ഉണ്ടാക്കാൻ വന്നതാണോ? വായി ഇതൊന്നും ഇറങ്ങിയിട്ട് സംസാരിയില്ലേ? അങ്ങോട്ട് നോക്ക് വേണമെങ്കിൽ. ഈ വാ നിറച്ചിട്ടോണ്ട് എടുത്ത് ബന്നു എടുത്ത് തിന്നോണ്ട് വന്നേക്കുവാ. ജോലി ഉണ്ടാക്കാനാ? ഒരു ശകല ഇഞ്ചിയും വെളുത്തുള്ളി വേണ്ട. മുട്ടക്കറിയുള്ള ആ ഒരു ഗ്രേവി ആയിരുന്നു. ഒരുത്തൻ ഉണ്ടാക്കാൻ വന്നതാ, ഇരുന്ന് തിന്നുവാ. അതുകൊണ്ട ഒന്ന് ഫോട്ടോ എടുത്തേ. അതുകൊണ്ട് കണ്ടോ, ചെയ്യാന്നും പറഞ്ഞോണ്ട് വന്നതാ. അല്ല, എന്നോട് പറഞ്ഞ അമ്മയ്ക്ക് കൈ വയ്യാത്തല്ലേ, ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞു തരാൻ വഴറ്റുമൊക്കെ ചെയ്യാവുന്ന ആ പറഞ്ഞവനാ. ഞാൻ സീരിയൽ കണ്ടോണ്ടിരുന്നതാ മഴ ഒരു മുമ്പേ കണ്ട്. കാണിക്കുവോ? എല്ലാം മൂത്ത് ആ ചെറുക്കനിട്ട് ഇളക്കി എല്ലാം റെഡി ആയി കഴിയുമ്പം വന്നേക്കുവാ ജിമ്മന്റെ കൂട്ട്. വലിയ ആള്. നീ ആയിട്ടല്ലേ ഇവനെ ഏൽപ്പിച്ചത്, കരിച്ചു വെച്ചത്. വേണ്ട, മുളക് പൊടി അത് കുഴപ്പമില്ല, ഇട്ടോ, സാരമില്ല. മുളക് പൊടി, ശകലം മല്ലിപ്പൊടി. വേണ്ട, ഇത്രയും മതി മല്ലിപ്പൊടി. ഒത്തിരി വെക്കുന്ന മസാല വേണ്ട, മതി. ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും, ഒരു മയം വരാന്. അപ്പം പപ്സിന്റെ ഗ്രേവി റെഡി. എന്നിട്ട് അടുക്കല്ലേ, മുട്ടയെങ്കിലും ഒന്ന് പൊളിക്കടാ വന്ന്. മോൻ ഗ്രേവി വെക്കുവാണോ? വെക്ക്, കുറച്ച് ഗ്രേവി അതായത് ഇങ്ങനെ പരത്തി വെക്കുക. മതി മോനെ, ഒത്തിരി വെക്കണ്ട. ഇനി മുട്ട അവിടെ നിന്നില്ല, ആദ്യമേ 2 എണ്ണം വെക്കാം. മുട്ട പകുതി മുട്ട എടുത്ത് നീ ഇങ്ങനെ കോണോട് കോണ് ചേർത്ത് മടക്കുക.
അയ്യോ നീ ചെയ്തത് കണ്ട് പറ ശ്രീകുട്ടൻ. അതുകൊണ്ട് മടക്കുന്നത് കാണീര്. ഇച്ചിരി ഇതങ്ങ് ആവും മോനെ, മൊരിയുമ്പം അങ്ങനെ വരും. എൻ്റെ ഉണ്ണിക്കുട്ട ഇതേ ലെങ്ങും കണ്ടോ, അത് അടച്ചു വെച്ചതാ കൊച്ചനെ. ഇവനെന്തോ ഒരു അസുഖമാടാ അത്, അത് നശിപ്പിച്ച ചെറുക്കനാ. ഈ ഉണ്ണിക്കുട്ടനല്ല. പച്ചമുട്ട അടിച്ച് ഇതിന്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ആ ബ്രഷ് ഇല്ല, സ്പൂണ് കൊണ്ട് നമ്മൾ തേക്കുക മൊരിയാൻ വേണ്ടിയിട്ട്. ഓ എന്തോ ആ മുട്ട എടുത്തു വെച്ച് തിന്നുന്ന ഈ ചെറുക്കനാ. എടാ അവിടെ വയ്യടാ അത്. ഇതിന്റെ പകുതി എന്തിയേ ഇല്ല, എന്തോ ഇനി വന്നിരിക്കുവോ ഇത്. ഈ പപ്സിനെ കാവലായി അവരുടെ ഉടയവനായി ഞാനിവിടെ കാണും. വെള്ളം ഒഴിച്ച് മയം ഉണ്ടാക്കി ഞങ്ങളുടെ അമ്മ ഓവൻ പൊട്ടിത്തെറിപ്പിച്ചു. ചിരിച്ചു കാണിച്ചേ. വെള്ളമായിരുന്നു അത് മൊത്തം, വിങ്ങി പൊട്ടിയത് പടക്കെന്ന് കേട്ട് സൗണ്ട്. ഓവൻ അടിച്ചു പോയോ? എടുത്ത് അങ്ങോട്ട് മാറ്റ്. വിട്. പൊട്ടിത്തെറിച്ച പപ്സുമായി സൈനിങ് ഓഫ്. മുട്ടയുടെ പരുവൊക്കെ ഉണ്ടോ? പാവം വീർത്തുപോയി. ചുമ്മാ ഇരിക്കണ കൊണ്ടുപോ. ഓരോ ഓവനും മോനെ ഇത് ചൂടാക്കുന്ന ഓവനാ. ഏത് സാധനവും ഇതാലോ. പിന്നെന്താ പൊട്ടിത്തെറിച്ചത്? മറക്കാൻ ഇങ്ങനെ പന്ന വർത്താനം പറയുക. ഞാൻ പറയട്ടെ, യൂട്യൂബിനകത്ത് ഒഴിക്കുന്നുണ്ടല്ലോ വെള്ളമൊക്കെ, അവർ ഓവനകത്താ വെച്ച, അവരുടെ ഒന്നും പൊട്ടിത്തെറിച്ചില്ല. പിന്നെന്താ പൊട്ടിത്തെറിച്ചു ഗൈസ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കി. പപ്സ് ബോംബ് അമ്മയുടെ കുഴപ്പമല്ല, മുട്ട വിരിയാറായതാ. ചിലപ്പോ പ്രഷർ കൂടിയപ്പം വന്നേരിക്കും.